ശിവശിവ 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 ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണന്റെ കുളിച്ചീറനോടെ ചെയ്യേണ്ട ഒരു അത്ഭുത വിദ്യയെക്കുറിച്ചാണ്. ഇത് നിത്യേന ചെയ്താൽ ഭഗവാൻ ജീവിതത്തിൽ ആ വ്യക്തിയെ ഉറപ്പാണ് കുബേരനാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ഭഗവാൻ സർവ ഐശ്വര്യവും സമ്പത്തും എല്ലാ ഭാഗ്യാനുഭവങ്ങളും അനുഭവയോഗങ്ങളും ഭഗവാന്റെ മഹത്തായ അനുഗ്രഹങ്ങളും സർവ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും ഭഗവാൻ കൃഷ്ണൻ നൽകും എന്ന് മാത്രമല്ല, ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടായാൽ സകല ദോഷങ്ങളും, ശത്രുദോഷങ്ങളെ, സർപ്പദോഷങ്ങളെ, അതുപോലെ ശാപദോഷങ്ങളെ, ഇതൊക്കെ ഏത് ദോഷങ്ങളെയും ഞൊടിയടയെന്ന് പറഞ്ഞാൽ ഇത്രയും സമയം ഈ ഞൊടിയടയിൽ ഭഗവാന് പരിവർത്തനപ്പെടുത്താൻ പറ്റും. എത്ര ദുരിതത്തിൽ കഴിയുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇത് കുളിച്ചീറനോടെയുള്ള ഇതുവരെ പറയാത്ത ഒരു രഹസ്യവിദ്യയാണ്. അപ്പം ഇത് ആര് ചെയ്താലും എവിടെ ഇരുന്നുകൊണ്ട് ചെയ്താലും ഫലം ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കിത് പറയാൻ വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ തന്നെ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ഞാൻ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രഹസ്യങ്ങളിൽ ഒന്നാണ് ഈ പറയാൻ പോകുന്നത്. അപ്പം തന്നെ ആലോചിച്ച് നോക്കിയോ, 1100 മേൽ വീഡിയോകൾ ചെയ്തു, ഇത്രയും രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രമാത്രം അത്ഭുതകരമായ ഒരു കാര്യമായിരിക്കുമെന്ന്. കാരണം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോഴേ അത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കണം. അവരുടെ ജീവിതം, ഓരോരുത്തരുടെ ജീവിതം രക്ഷപ്പെടട്ടെ. നമ്മുടെ സ്വാർത്ഥത മാത്രം ചിന്തിക്കരുത്, മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരമ്മ എനിക്ക് മെസ്സേജ് ചെയ്തു. ആ അമ്മ എൻ്റെ വീഡിയോ കണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. അത് ഏതൊക്കെ ചെയ്തെന്ന് അമ്മ പറയുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്തതെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് എനിക്ക് മനസ്സിലായി, അമ്മ അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് ചെയ്തതാണ്. പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം. അത് ഒരുപാട് മാറ്റം വന്നു, സാമ്പത്തികം വന്നു, പുതിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഈ അമ്മ അവസാനം പറയുന്നൊരു വാചകമുണ്ട്. ഇത് വേറെ ഒരു ബുദ്ധിമുട്ടുള്ളവർ കൂടെ അവർ ഷെയർ ചെയ്ത് കൊടുത്തു വീഡിയോ. എന്നിട്ട് അവർക്ക് പരിചയമുള്ള ആളാണ്. അപ്പം ഈ അമ്മയ്ക്ക് വേണേൽ ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കാം. പക്ഷേ ആ അമ്മ വിചാരിച്ചു വേറൊരാൾ കൂടെ പ്രയോജനം കിട്ടട്ടെ, അത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഷെയർ ചെയ്തിട്ട് ആ വ്യക്തിയോട് അമ്മ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇത് ഞാൻ ചെയ്തു എനിക്ക് ബലം കിട്ടിയ കാര്യങ്ങളാണ്, ഞാൻ ഗ്യാരണ്ടിയാണ് ആ അമ്മ ഷെയർ ചെയ്ത വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എത്രമാത്രം അത് അനുഭവം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ആ അമ്മയ്ക്ക് അതുപോലെ ഒന്നിലധികം കാര്യങ്ങൾ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ല. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യങ്ങളൊന്ന് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് പറയുമ്പോൾ എത്ര വലിയൊരു അത്ഭുതകരമായ കാര്യമായിരിക്കും, ഇത്ര വലിയ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം തരുന്ന ഒരു കാര്യമായിരിക്കും. ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് മുഴുവൻ കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും. ഞാനിതെല്ലാ വീഡിയോയിലും പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയോട് പുലർത്തുന്ന ഒരു നീതിയാണ്. വീഡിയോ ചെയ്യുമ്പോൾ അത് പറയണം, അതിനോട് പുലർത്തുന്ന ഒരു നീതി എന്ന നിലയിലാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ ഫ്രീ ആകാറില്ല, എപ്പോഴും വർക്കിലാണ്. എങ്കിലും കുറേശ്ശെ ഇടുന്നവർക്കൊക്കെ പരമാവധി ഒരു റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്, ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, അത് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ്. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്കിൽ തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. പുതിയതായിട്ട് കാണുന്നവരുള്ളതുകൊണ്ടാണ് ഇത് ഒന്നുകൂടെ എല്ലാ വീഡിയോയിലും പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കാം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ കുളി കഴിഞ്ഞ് ഈറനോടെ എന്ന് വെച്ചാൽ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പേ വസ്ത്രം ഉടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് ഈ ഒരു മന്ത്രം ജപിക്കുക. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ തത് സമൃദ്ധിയും
ക്ലീം നമ. ഇത് ഭഗവാന്റെ അത്ഭുതകരമായൊരു മന്ത്രമാണ്. ഈ മന്ത്രം ശരിക്കും അങ്ങനെ പറഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ രഹസ്യമായിട്ട് കൈവെക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനങ്ങ് പറഞ്ഞു തരുന്നത്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പം എൻ്റെ ഉള്ളിലെ ആ ശിവത്വം അല്ലെങ്കിൽ ആ ഒരു മാത്രമേ എന്നോടൊപ്പം എൻ്റെ ആത്മാവിൽ ഉണ്ടാകുകയുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നൽകിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഉള്ളിലെ ആ ശിവതത്വം ബാക്കിയെല്ലാം ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത്. നല്ല കാര്യങ്ങൾ ആ നിലയിൽ പറഞ്ഞു തരുന്നതാണ്. വേറെ ഒരു വിദ്യകളും എൻ്റെ കയ്യിൽ എൻ്റെ മനസ്സിൽ അവശേഷിക്കുകയില്ല. ശിവത്വം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എൻ്റെ ആത്മാവിനൊപ്പം പോകത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ നിലയിൽ പറഞ്ഞു തരുന്നത്. അല്ല, ഇതാരും പറഞ്ഞു തരത്തില്ല. കുളിച്ചീറനോടെ തല തോർത്തുന്നതിന് മുമ്പ് വസ്ത്രം ഉടുത്തുകൊണ്ടതിനെ കുളിമുറി എന്നുകൊണ്ട് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ തത് സമൃദ്ധി ക്ലീം നമ. ആ തത് സമൃദ്ധി എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യമായ സംഭവം കിടക്കുന്നത്. തത് സമൃദ്ധി, ഭഗവാന്റെ സമൃദ്ധി. ഭഗവാന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഈ സെനിത്തായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ടോപ്പായിട്ടുള്ള അത് ഭഗവാൻ തന്നെയാണ്. അതാ ഈ രഹസ്യവിദ്യ അങ്ങനെ ആരും പറഞ്ഞു തരാത്തതാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഒന്നാമത്തെ കാര്യം ഇത് അറിയണം, അത് മറ്റൊരു കാര്യം. അതൊക്കെ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് എഴുതിയിടാം, നിങ്ങൾക്ക് തെറ്റ് പറ്റാതെ വായിക്കാൻ വേണ്ടി. എന്നിട്ട് ജപിക്കുക. ഇത് കുളിച്ചീറനോടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിമുറി എന്ന് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ തല തോർത്തുന്നതിന് മുമ്പ്, അതായത് ഈറനോടെ ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ജപിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എഴുതിയെടുക്കണം. അതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഈ മന്ത്രം ജപിച്ചു, ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചു. ഭഗവാനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയോ? ഭക്തിയാണോ? അല്ല. ഭയമാണോ? അല്ല. ബഹുമാനമാണോ? അല്ല. ഭഗവാനോട് നിങ്ങളുടെ ഒരു അച്ഛനെ പോലെ അല്ലെ അമ്മയെപ്പോലെ സ്നേഹത്തോടെ, ദിവ്യമായ സ്നേഹത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അകലിച്ചയുണ്ട്, ഒരു ബഹുമാനമുണ്ട്. പക്ഷേ നിങ്ങളുടെ അച്ഛനെ നിങ്ങളല്ല, നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എങ്ങനെ സ്നേഹിക്കുന്നു, അങ്ങനെ ദിവ്യമായ ഒരു സ്നേഹം, ആ സ്നേഹത്തോടു കൂടി. ഇപ്പം അമ്മയ്ക്ക് കുട്ടിയോടുള്ള ഒരു സ്നേഹമുണ്ട്, അത് ദിവ്യമായ സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ദിവ്യമായ സ്നേഹമാണെന്ന് പറയുന്നത്? കുട്ടി ഒരു 10 പ്രാവശ്യം ഒരു ഗ്ലാസ് പൊട്ടിച്ചാലോ ഒക്കെ മറ്റുള്ളവരാണെങ്കിൽ ചിലപ്പം അടിക്കും, വഴക്ക് പറയും. പക്ഷെ അമ്മയാണെങ്കിൽ അത് എത്ര തവണ ചെയ്താലും അമ്മയ്ക്ക് ആ സ്നേഹം പോകത്തില്ല. പറഞ്ഞാൽ മനസ്സിലായി? അതാണ്, എത്ര തവണ ആ കുട്ടി ഒരു തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം കുറവ് വരത്തില്ല. അതുകൊണ്ടാണ് ദിവ്യമായ സ്നേഹം എന്ന് പറയുന്നത്. ദിവ്യമായ സ്നേഹം കുറവ് വരത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ദിവ്യമായ സ്നേഹത്തോടു കൂടി നിങ്ങൾ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതും ആ ദിവ്യമായ സ്നേഹത്തോടു കൂടി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടെ. അവിടെ ബഹുമാനം എന്നുള്ള സംഭവമല്ല, അത് ദിവ്യമായ സ്നേഹമാണ്. ബഹുമാനം ഉണ്ടാകുമ്പോൾ ഇച്ചിരി അകലിച്ചുണ്ടാകും, അതല്ല. ഇവിടെ സ്നേഹമാണ് ഭഗവാനോട്. അത് കുരൂരമ്മയ്ക്കുണ്ടായിരുന്ന സ്നേഹം, എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തോടെ, അല്ലെ മീരാബായിക്കുണ്ടായിരുന്ന സ്നേഹം, ഭഗവാനെ കൃഷ്ണ എനിക്ക് അന്നന്ന് ജീവിക്കാനുള്ള ജീവിതമാർഗം നൽകണേ ഭഗവാനെ. അവിടുന്ന് എല്ലാം എനിക്ക് അന്നന്നത്തെ കാര്യങ്ങളെല്ലാം അനുകൂലമാകാനും അന്നന്നത്തെ ജീവിക്കാനുള്ള ജീവിതമാർഗം ധനവും സമ്പത്തും നൽകണേ ഭഗവാനെ. അവിടത്തേക്ക് എല്ലാത്തിനും നന്ദി എന്ന് 3 തവണ മനസ്സിൽ പറയുക. ഈ വരി എഴുതി വെച്ച് ഇതുപോലെ മാത്രം പറഞ്ഞാൽ മതി. അത് ഒരു വരി കൂട്ടുകയോ ഒരു വാക്ക് കൂട്ടുകയോ ചെയ്യേണ്ട. ഇത് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ തത് സമൃദ്ധിയും ക്ലീം നമ ജപിച്ചിട്ട് വേണം ഈറനോട് മനസ്സിൽ പ്രാർത്ഥിക്കാൻ. എന്നിട്ട് തല തോർത്തുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഞാൻ എന്തു പറഞ്ഞു, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ സഹായിക്കുമോ, എനിക്ക് എങ്ങനെ സഹായം കിട്ടാനാ, അതിനൊരു വഴിയില്ലല്ലോ, ഇതൊന്നും അവിടെ ചിന്തിക്കേണ്ട. ഇത് പ്രാർത്ഥിച്ചു, തല തോർത്തി, പിന്നെ അതങ്ങ് മറന്നേക്കുക. എന്നിട്ട് വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒന്നും. അത് എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, അത് ഭഗവാൻ നോക്കിക്കോളും. അല്ലെ എനിക്ക് കിട്ടുമോ, എൻ്റെ ജീവിതം എങ്ങനെ മാറാനോ, അങ്ങനെയുള്ള ചിന്ത ഒന്നും അവിടെ വേണ്ട. ഭഗവാൻ എല്ലാം നടത്തി തന്നോളും. അതുകൊണ്ടാണ് ഭഗവാനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്തിനും ശക്തിയുണ്ട്. ഏത് കാര്യങ്ങളും നൊടിയടയിൽ തന്നെ പരിവർത്തനപ്പെടുത്താൻ ഭഗവാന് സാധിക്കും. അതുകൊണ്ടാണ് ആ ഭഗവാനിൽ സമർപ്പിക്കുന്നത്. പിന്നെ നിങ്ങളതേക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ തല ആലോചിച്ചു
കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളതവിടെ മറന്നു. ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യുക. അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം വരും, സമ്പത്ത് വരും. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, നിങ്ങളൊരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഒരു കലാപ്രവർത്തനം നടത്തുന്ന മേഖല ആയിക്കോട്ടെ, സിനിമ, സീരിയൽ ഏതുമായിക്കോട്ടെ, കലാമേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ്മാൻ ആയിക്കോട്ടെ, ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിക്കോട്ടെ, നിങ്ങളൊരു സാധാരണക്കാരനായിക്കോട്ടെ, ഒരു 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 സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, ഏതു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണേലും ഭഗവാൻ അന്നു മുതൽ അയാളുടെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തും. ഇത് ദിവസവും ചെയ്യണം. ഒരു തവണ ചെയ്തുകൊണ്ട് ഒരു ദിവസം ചെയ്തുകൊണ്ട കാര്യമല്ല. ഭഗവാൻ അവരുടെ ജീവിതം മാറ്റിയിരിക്കും. കാരണം ഇത് അത്ര അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ്. കുളിച്ചീറനോടെ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വിദ്യയാണ്. കുളിച്ചീറനോടെ ഉള്ള ഈ പ്രാർത്ഥനയുടെ രഹസ്യം എനിക്ക് പറഞ്ഞു തന്ന ഒരു ദേവി ഉപാസകയായ ഒരാളാണ്. എനിക്ക് അങ്ങനെ കിട്ടിയത്. അത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് കൃഷ്ണൻ്റെ വിദ്യയാണ്. ഇതിങ്ങനെ ചെയ്യുക. ഈ കുളിച്ചീറനോടെയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. കുളിച്ചീറനോടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, പെട്ടെന്ന് നമ്മളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മനസ്സ് വരും. കാരണം മനസ്സ് ആ നിമിഷത്തിലേക്ക് വരുന്നത് ചില കാര്യങ്ങളില്ല. ഒന്ന്, നമ്മുടെ ശരീരത്ത് ജലാംശം നമ്മൾ കുളിക്കുമ്പം ആ സമയത്ത് പെട്ടെന്ന് ഒരു ഉണർവുണ്ടാകും. ആ ഉണർവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഉണർവാണ്. ആ ഉണർവോടുകൂടി പ്രാർത്ഥനകൾ ചെയ്താൽ പെട്ടെന്ന് ബലമാകും. അത് ഏത് പ്രാർത്ഥന ചെയ്താലും അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ മാറ്റം വരും. വഴിപാടുകൾ നേർന്നാൽ അത് നടക്കും. അതാണ് അതിൻ്റെ രഹസ്യം. അതുപോലെ നമ്മളെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക്, മനസ്സിലെ ആ ഉണർവിലേക്ക്, നമ്മുടെ ആ നിമിഷത്തിലേക്ക്, ആ ഉണർവിലേക്ക് മൈൻഡിനെ കൊണ്ടുവരും ഈ ഈറനോടെയുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണത് ഫലം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യുക. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല, ഇതിനപ്പുറത്തൊരു അറിവില്ല. ഭഗവാൻ തന്നെയാണ് ഈ വിദ്യയിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്. സാക്ഷാൽ കൃഷ്ണൻ, തത് സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സമൃദ്ധി ഭഗവാനെ തന്നെയാണ്. അതിനപ്പുറത്തൊരു വിദ്യയില്ല. ചെയ്തു നോക്കുക. ഞാൻ പറഞ്ഞു, ഇത് ചെയ്ത് നിരവധി ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഈ മന്ത്രം ജപിച്ച്. ഇപ്പം ഇത് അത്ഭുതകരമായ ജീവിതം മാറ്റും. ഇനിയും നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്, ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, പശുവിനോട് നിൽക്കുന്ന കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വയ്ക്കുക. അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ മൺചട്ടിക്കകത്ത് ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിച്ച് നെയ്വിളക്ക് തെളിയിക്കുക. ഈ മന്ത്രം ജപിച്ച് തെളിയിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖം നനച്ചിട്ട് വേണം ചെയ്യുക. അപ്പോൾ ഒരു ഉണർവുണ്ടാകും. അതുകൊണ്ടാണ്. എന്നിട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നെയ്വിളക്ക് തെളിയിക്കുക. ഈ നെയ്വിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. എന്നിട്ട് കർപ്പൂരം തൊട്ടും ഈ മന്ത്രം ജപിക്കുക. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ, എനിക്ക് അന്നന്ന് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ. എല്ലാം എനിക്ക് അനുകൂലമാക്കി മാറ്റണേ. അന്നന്ന് ജീവിക്കാനുള്ള ധനവും സമ്പത്തും എനിക്ക് നൽകണേ. അന്നന്ന് ജീവിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഭഗവാൻ അത് വലിയ ഐശ്വര്യങ്ങൾ നൽകി. എനിക്ക് ജീവിതം മുഴുവനൊന്നും അത്യാർത്ഥി പാടില്ല. അന്നന്ന് ജീവിക്കാനുള്ള ധനവും സമ്പത്തെന്ന് പറഞ്ഞാൽ അതൊരു രഹസ്യവിദ്യ. അങ്ങനെ പറഞ്ഞാൽ എന്നും സമ്പത്തും ഐശ്വര്യമായിരിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഭഗവാനോട് നന്ദിയും കൂടെ പറയാം 3 പ്രാവശ്യം. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ അതും ചെയ്ത് നോക്കിയേ. ഏത് സ്ഥാപനവും രക്ഷപ്പെട്ടു വരും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ അയ്യപ്പൻ്റെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോയും കൂടെ വയ്ക്കണം കേട്ടോ, ഏത് സ്ഥാപനത്തിലും. ഇതിന് പ്രത്യേക ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിന് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളെ മാറ്റാനുള്ളൊരു ശക്തിയുണ്ട്. ഇതുകൂടെ ചെയ്താൽ നന്നായിരിക്കും. അപ്പം അയ്യപ്പൻ്റെ മുന്നിലും ഒരു കർപ്പൂരം കത്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അയ്യപ്പന് കർപ്പൂരം കത്തിച്ചിട്ട് കൃഷ്ണൻ്റെ അവസാനം ചെയ്താൽ മതി കേട്ടോ. അത് ചെയ്യുന്ന നല്ലതാണ്. ഇത് വീട്ടിലും ചെയ്യുന്ന നല്ലതാണ്. ആ വീട്ടിലെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഈ കുളിച്ചീറനോടുള്ള ഈ പ്രാർത്ഥന തന്നെ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാണ്. എല്ലാവിധ സമ്പത്തുകളും ഐശ്വര്യങ്ങളും എല്ലാം നൽകുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞു തന്നത്. അത് എല്ലാവർക്കും നിങ്ങൾക്കൊരു അനുഭവമായി കഴിയുമ്പോൾ നിങ്ങളതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. എല്ലാവരും ഭഗവാനെ അറിയട്ടെ, ഈശ്വരനെ അറിയട്ടെ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത്ഭുതകരമായ കാര്യമാണ് പറഞ്ഞോട്ടെ. അത്ഭുതകരമായ രീതിയിൽ നമ്മൾ പണത്തിന് വേണ്ടി അലയേണ്ട കാര്യമില്ല. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പണം നമ്മളിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ
അതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യാനും നമുക്ക് അതുപോലെ മുന്നോട്ട് പോകാനും ഒക്കെ ഭഗവാൻ സഹായം നൽകും. എന്ന് വെച്ചാൽ ജോലി ചെയ്യണം, ചെയ്യരുതെന്നല്ല പറഞ്ഞ് നമ്മൾ അധ്വാനിക്കണം. അതോടൊപ്പം ഭഗവാന്റെ കൂടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മളിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കും, സമ്പത്ത് വന്നുകൊണ്ടിരിക്കും. ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്ത കാര്യമാണ്. ഇതെന്ന് രാവിലെ ചെയ്യുക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതം മാറ്റുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുക. പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരാൾക്കും ഒരു സമൂഹത്തിന് പോലും നിലനിൽപ്പ് ഇല്ല. പുതിയ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അറിഞ്ഞ കാര്യങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ടിരുന്ന ജീവിതത്തിൽ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല. 2, മറ്റൊരാൾ ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യം ധൈര്യത്തോടെ ചെയ്യുന്നവനാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അത് നേടിയിട്ടുള്ളത്. ധൈര്യമാണ്. ആ ധൈര്യമാണ് ജീവിതത്തെ മാറ്റുന്നത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകൾ അറിയാൻ ശ്രമിക്കുക. പുതിയ അറിവുകൾ എന്ന് പറഞ്ഞാൽ നല്ല അറിവുകളായിരിക്കണം. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളായിരിക്കണം അറിയേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി പുതിയ കാര്യങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അത് നമുക്ക് ദോഷകരമായിട്ടേ വരത്തുള്ളൂ. നിങ്ങളുടെ ജീവിതം മാറ്റുന്ന പുതിയ അറിവുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന പുതിയ അറിവുകളെ അറിയണം. 2, ധൈര്യം. ഒരു കാര്യം ചെയ്യാനുള്ള, ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങാനുള്ള ഒരു ധൈര്യം വേണം. അപ്പോൾ ആ ധൈര്യം ഉണ്ടാകുന്നവർക്കിടെയാണ് ജീവിതത്തിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അത് ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ എൻ്റെ ജീവിതം മാറ്റിയൊരു കാര്യം, ഞാൻ ഒരിക്കലേ ക്രിയായോഗയെക്കുറിച്ചൊരു മാസികയിൽ വായിച്ചു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു ക്രിയായോഗ. ഇതെന്തോ സംഭവം. വായിച്ചു നോക്കിയപ്പം ക്രിയാ ബാബാജി. ഞാൻ കുറേ വായിച്ചു. അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം അറിയുക. അപ്പോൾ എനിക്കിതൊരു പുതിയൊരു അറിവാണ്. ഞാൻ വിചാരിച്ചൊന്ന് പഠിച്ചാലോ. ഞാനത് വിളിച്ച് അന്വേഷിച്ചു. പക്ഷേ എനിക്കന്ന് പോകാനുള്ള വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് വർഷങ്ങൾ പിന്നെ മുന്നോട്ട് പോയി. ഞാൻ പോയി ക്രിയായോഗ സ്വീകരിച്ചു. ക്രിയായോഗ സ്വീകരിച്ചു കഴിഞ്ഞു. അത് നല്ല ജീവിതം മാറ്റുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയ ഒരു അറിവാണ് എൻ്റെ ജീവിതം. ഞാനിപ്പം നിങ്ങളുടെ മുന്നേ ഇരുന്ന് ഇതുപോലെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ക്രിയായോഗ പഠിച്ച് അത് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ചയും ആ ഒരു ആന്തരികമായ ആ ഈശ്വരാനുഗ്രഹങ്ങളും ആ ഉള്ളിലുള്ള ബോധത്തെ ഉണർത്തി കിട്ടിയ ചില ജ്ഞാനങ്ങളും കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു പുതിയ അറിവ് എൻ്റെ ജീവിതം മാറ്റിയത് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഈ കൃഷ്ണൻ്റെ ഒരു വിദ്യയായിരിക്കും. സിമ്പിളാണ്. ഈ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. നിങ്ങൾ ചിലപ്പോൾ വലിയ കടക്കണിയിലായിരിക്കും, അല്ലെങ്കിൽ വലിയ ദുരിതങ്ങളിലായിരിക്കും, വലിയ പ്രശ്നങ്ങളിലായിരിക്കും. നിങ്ങൾ ദിവസവും ചെയ്യുക. ഒരു ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല. കുറേ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ഇതങ്ങനെ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ വരും. ജീവിതം വലിയ രീതിയിൽ മാറും. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, കടബാധ്യതകളും, നിങ്ങളുടെ ദുരിതങ്ങളും, മനസ്സിൻ്റെ ടെൻഷനും ഭയവും കുടുംബ ദുരിതവും ഒക്കെ ഭഗവാൻ മാറ്റിത്തരും. കാരണം ഭഗവാനെ അതുപോലെ വിളിക്കുന്നത്, കുളിച്ചീറനോടെയാണ് വിളിക്കുന്നത്. അതിനൊരു ബലമുണ്ട്. വെറുതെ ആകത്തില്ല ഒരിക്കലും. പറഞ്ഞാൽ മനസ്സിലായി? വെറുതെ ആകത്തില്ല. അത് അത്ര ഒരു രഹസ്യവിദ്യയാണത്. ഇത് ഈ ഒരു അറിവായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുക. അത് ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ലഭിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സംഖ്യാജ്യോതിഷം നമ്മളെല്ലായിടത്തും കേൾക്കുന്നുണ്ട്. പല ബുക്കുകളുണ്ട്, അത് ഇതെല്ലാം ഉണ്ട്. ശരി തന്നെ. പക്ഷേ ഈ സംഖ്യാജ്യോതിഷത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയ ജീവിതത്തിൽ വലിയ ഗുണം വരും. അല്ലാതെ നമ്മൾ കുറേ വായിച്ചു, എന്തെങ്കിലുമൊക്കെ വായിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പോലെ ജീവിതം അങ്ങ് മുന്നോട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? അതേസമയം നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അനുഭവത്തിലൂടെ, നിരീക്ഷണത്തിലൂടെ ഒക്കെ കിട്ടുന്ന ചില കാര്യങ്ങളാണ്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങൾ 6, 15, 24 ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു തീയതി ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ ഒരു എന്തെങ്കിലും നല്ല കാര്യം തുടങ്ങുന്നെങ്കിൽ, ഒരു സ്ഥാപനമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരു കാര്യമായിക്കോട്ടെ, 8, 17, 26 ഈ തീയതികളിൽ കഴിവതും ഒഴിവാക്കുക. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ആ തീയതി ചെയ്താൽ ചെയ്യാൻ പറ്റും, ചെയ്യുന്നതുകൊണ്ട് തന്നെ. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടാൻ
ജീവിതത്തിലെ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ ഒരു തട്ടിയും മുട്ടിയും ഒരു ഫലപ്രാപ്തി ഇല്ലാതെ പോകും. ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നു. അപ്പോൾ ഈ 6, 15, 24 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ഒരു 8-ാം തീയതി ഒരു ഓപ്പണിങ് നടത്തുന്നു. തട്ടി മുട്ടി അങ്ങ് പോകും, വർഷങ്ങൾ ദുരിതങ്ങളായിട്ട് പോകും. അതേസമയം നിങ്ങൾ 6, 15, 24 തീയതികളിൽ ജനിച്ചവരാണ്. നിങ്ങൾ 6, 15, 24, അതുപോലെ 3, 12, 21, 30, അതുപോലെ 4, 13, 22 ഇതിലേതെങ്കിലും ഒരു തീയതികൾ സെലക്ട് ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം വരും. അപ്പം ഈ സംഖ്യകൾക്കകത്ത് ചില രഹസ്യങ്ങളുണ്ട്, ഒരു സംശയം വേണ്ട. ഞാൻ പാസ്വേഡുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ചേരുന്ന ഒരു പാസ്വേഡാണ് നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഇടുകയാണെങ്കിൽ അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റം വരും. സംഖ്യകൾക്ക് ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റും. കാരണം സംഖ്യകളെക്കുറിച്ചുള്ള ഒരു രഹസ്യവിദ്യ ഞാൻ ഇനി അടുത്ത വീഡിയോ പറയുന്നുണ്ട്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വിദ്യ ചെയ്തവർക്ക് സാമ്പത്തികം ധാരാളം വന്നിട്ടുണ്ട്. ആ ഒരു വിദ്യ ചെയ്ത് സംഖ്യകളെക്കുറിച്ച് അടുത്ത വീഡിയോ ഞാൻ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ സംഖ്യകൾക്കകത്ത് കാര്യമുണ്ട്. സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ, നിങ്ങളുടെ ജനിച്ച തീയതി, നിങ്ങളുടെ ജനിച്ച തീയതിയും മാസവും വർഷവും കൂട്ടുമ്പം കിട്ടുന്ന ഒരു നമ്പർ, നിങ്ങളെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു നമ്പർ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളിപ്പോൾ 6, 15, 24 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ജനിച്ച തീയതി നോക്കണം. മിക്കവാറും 4, 13, 22 ഇതായിരിക്കും. നിങ്ങൾ കണ്ണു തള്ളും. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ആരുടെയെങ്കിലുമൊക്കെ ജനിച്ച തീയതി കറക്റ്റ് ആണെങ്കിൽ, ചിലരുടെ ജനിച്ച തീയതി ചിലപ്പം സ്കൂളിൽ ചേർക്കുമ്പോഴൊന്നും കറക്റ്റ് ആയിരിക്കത്തില്ല, അങ്ങനെ സാധ്യത ഉണ്ട്. കറക്റ്റ് ആണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച തീയതി മാത്രം നോക്കണം. 4, 13, 22 ഈ തീയതികളിൽ ജനിച്ചവരുമായിട്ടായിരിക്കും 6, 15, 24 തീയതി ജനിച്ചവർക്ക് ഭയങ്കര സൗഹൃദമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 22-ാം തീയതി ജനിച്ച ആള് ഈ 6-ാം തീയതി ജനിച്ച് പറയുന്നത് കേൾക്കത്തുള്ളൂ ഉപദേശമായിട്ട്. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. 6 എന്ന് പറഞ്ഞാൽ ശുക്രനാണ്, 4 എന്ന് പറഞ്ഞാൽ രാഹുവാണ്, ഈ ശുക്രൻ ഗുരുവാണ്. നിങ്ങളിതൊക്കെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ എന്ന്. അതായത് ഈ 6, 15, 24 ജനിച്ചവരും 4, 13, 22 ജനിച്ചവരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും, ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പായിരിക്കും. അതുപോലെ തന്നെ 6, 15, 24 ജനിച്ചവർ ഈ 4, 13, 22, 31 കേട്ടോ, അതുകൂടെ വരും. 4, 13, 22, 31 ഇവർ 4, 13, 22, 31 ഈ തീയതി ജനിച്ചവർ 6, 15, 24 ജനിച്ചവരുടെ ഉപദേശത്തിന് വലിയ വില കൊടുക്കുന്നവരായിരിക്കും. അപ്പം ഇങ്ങനെ ചില സങ്കേത വിഷയങ്ങളുണ്ട്. അതുപോലെ ഇപ്പം 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവർ അവർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വയസ്സുകൾ എന്ന് പറഞ്ഞാൽ 16 വയസ്സ്, 25 വയസ്സ്, 26 വയസ്സ്, അതുപോലെ തന്നെ 33, 34, 43 ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ്. 42, 43, 40, 42, 43, 52, 53 ഒരു ഏകദേശമാണ് പറയുന്നത്. ഈ വയസ്സുകളൊക്കെ വളരെ സ്ട്രഗ്ലിങ്ങിൻ്റെ ഒരു സമയമായിരിക്കും. ഇനിയും 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇവരുടെ 25, 26 വയസ്സുകൾ വളരെ ശ്രദ്ധിക്കണം. ഈ വയസ്സുകളിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ അത് നല്ല സൗഹൃദം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അല്ലെ ആ വയസ്സിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അതൊരു നല്ല കാര്യമല്ല, ജീവിതത്തിൽ മുഴുവൻ അത് മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് വേട്ടയാണ്. അപ്പം അതുപോലെ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ ചാടുക, മോശമായ സൗഹൃദങ്ങളിൽ ചാടുക, തെറ്റായ വഴികളിൽ സഞ്ചരിക്കാനുള്ള സാധ്യതകൾ, ടെൻഡൻസികൾ ഇതെല്ലാം ഉണ്ടാകാം. അതുപോലെ 22-ാം തീയതി ജനിച്ചവർ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുപ്പം മുതലേ കുട്ടികളെ ആണെങ്കിലും
അവർക്ക് ചെറുപ്പത്തിൽ ഒരു നല്ല വഴി പോയ ഏറ്റവും മിടുക്കന്മാരായിരിക്കും, മോശം വഴി പോയ ഏറ്റവും അപകടകാരികളുമായിരിക്കും. 22-13 അത്രയില്ല, 22 ശ്രദ്ധിക്കേണ്ടത്. 22-31 വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഖ്യകളാണ്. അതുപോലെ 8-ാം തീയതി ജനിച്ചവർ 8-17-26 ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ വിധിയുടെ കയ്യിലെ കളിപ്പാവ എന്ന് വേണേൽ ഒരു വാചകത്തിൽ പറയാം. എപ്പോഴും തിരിച്ചടികൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഇവർക്ക് നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. കണക്ക്, ഇൻ്റലിജൻസ് സംബന്ധം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അങ്ങനെയുള്ള സൂക്ഷ്മമായ ബുദ്ധി ഉപയോഗിക്കുന്ന ഏത് മേഖല ഇവർക്ക് നല്ലതാണ്. എൻജിനീയറിംഗ് നല്ലതാണ്, മെഡിക്കൽ ഫീൽഡ് നല്ലതാണ്. അതുപോലെ തന്നെ AI, ഇപ്പോഴത്തെ ടെക്നോളജി, റോബോട്ട് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഭയങ്കര ബുദ്ധിയാണ് ഇവർക്ക്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചടികൾ, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ക്ലിയർ കട്ടായിട്ട് പറയുന്നത്, മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും താരതമ്യേന. അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. അതുപോലെ സൗഹൃദങ്ങൾ കൊണ്ട് ഇവർക്ക് വലിയ ഗുണമുണ്ടാകുന്നതിലുപരി ഇവരെ കൊണ്ട് പലർക്കും ഗുണമുണ്ടാകാം. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് അല്ലാതെ മറ്റുള്ളവർ ചെയ്ത കാര്യത്തിന് വരെ ഇവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടതായി വരാം. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. ഈ 8 തീയതികളിൽ ജനിച്ചവർക്ക് അതുപോലെ നിയമ ഫീൽഡ് നല്ലതാണ്. ഇങ്ങനെ അപ്പോൾ അവർക്ക് കൃഷ്ണപ്രീതി വരുത്തിയാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ജീവിതം അടിമുടി മാറുമെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി മാറും. 8-17-26 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 8 തീയതി ജനിച്ചവരായിട്ടാണ് കാണുന്നത്. ഏത് മാസം എന്നുള്ളത് ഇവിടെ വിഷയമല്ല, തീയതി മാത്രം നോക്കിയാൽ മതി. ഇനി 26-ാം തീയതി ജനിച്ചവർ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയോ, ഇവർക്ക് പലപ്പോഴും തെറ്റായ ചില ബന്ധങ്ങളിലേക്കോ അല്ല തെറ്റായ ചില കാര്യങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള ടെൻഡൻസി, എല്ലാവർക്കും അല്ല, പൊതുഫലമാണ് പറയുന്നത്, ചിലർക്കെങ്കിലും ചിലപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരത് മനസ്സിലാക്കി തെറ്റായ സാഹചര്യങ്ങളെ ഒഴിവാക്കി ഭഗവാൻ കൃഷ്ണനും ഭദ്രകാളിക്ക് കടുംബായുസ് രക്തപുഷ്പാഞ്ജലിയും പക്കനാളിനും വെള്ളിയാഴ്ചയും ചെയ്യുക. കൃഷ്ണന് വ്യാഴാഴ്ച പുരുഷ സൂക്താർച്ചന ചെയ്യുക. അത് ആവർത്തിക്കുക. ഒരു കുഴപ്പമില്ല, ഏറ്റവും സ്മൂത്തായിട്ട് ലൈഫ് പോകും. അല്ലെങ്കിൽ ഇവരെ സാഹചര്യങ്ങൾ ഇവരെ പലതിലേക്ക് എത്തിക്കും. കാരണം ഇവർ പലതിനും മാറി നിൽക്കാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കായി ചില സാഹചര്യങ്ങളിൽ ചെന്ന് ചാടും. തെറ്റായ ചില ബന്ധങ്ങളായിക്കോട്ടെ, തെറ്റായ ചില റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. അപ്പോൾ അതൊന്നും മോശമാണെന്നോ നല്ലതാണെന്നോ അല്ല ഞാൻ പറയുന്നത്, അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ഈ തെറ്റായ വഴിക്ക് സാമ്പത്തികത്തിനുള്ള കാര്യങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ വലിയ ഇപ്പോൾ കേസ വഴക്കിലൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ വെറുതെ പോകും. അപ്പോൾ അതിൽ തെറ്റായ ചില കൂട്ടുകാർ അത് ഒക്കെ ചെന്ന് ചാടാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ചിലർക്കെങ്കിലും അത് പൊതുഫലമാണ്. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ 9-18-27 അതുപോലെ 5-14-23 ഈ തീയതികളിൽ ജനിച്ചവർ സ്വന്തമായി തൊഴിൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ അധികം ഇഷ്ടപ്പെടുന്നവരല്ല. ഈ 5-14-23 തീയതികളിൽ ജനിച്ചവരും 9-18-27 തീയതികളിൽ ജനിച്ചവരും അവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി ആരുടെയെങ്കിലും കീഴിൽ കുറേ നാൾ ജോലി ചെയ്താൽ പോലും അത് കഴിഞ്ഞ് അവർക്കൊരു സ്റ്റാൻഡായി കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അതിൽ കൂടുതൽ താല്പര്യമുള്ളവരാണ്. പക്ഷെ അത് ഫലമാകണമെങ്കിൽ കൃഷ്ണനും ഭദ്രകാളി കൂടെ വഴിപാട് ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഫലമായിട്ട് വരണമെങ്കിൽ നമ്മുടെ സാഹചര്യം കൊണ്ട് അനുകൂലമാകണം. നമുക്ക് കഴിവുണ്ട് അല്ലേ എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അനുകൂലമായി മറ്റ് സാഹചര്യങ്ങളിൽ വരുമ്പോഴാണ് വിജയം എന്നൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനാണ് ഈശ്വരാധീനം വേണമെന്ന് പറയുന്നത്. കഴിവുള്ള എല്ലാവരും വിജയിക്കണമെന്നില്ലല്ലോ. എത്രയോ കഴിവുള്ള ആളുകളുണ്ട്, അവരൊക്കെ താഴ്ന്ന സാമ്പത്തിക നിലയുള്ളവരുണ്ട്, താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതുകൂടെ കഴിവിൻ്റെ കൂടെ ചേരുമ്പോഴേ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈശ്വരാധീനത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ചിലർ നല്ല ഒരു ഉയരത്തിലേക്ക് പോകും, കഴിവുള്ളവരാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒതുങ്ങി കൂടുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇങ്ങനെ ചില സംഖ്യാരഹസ്യങ്ങളുണ്ട്. അതുപോലെ 3, 12, 21, 30 ഇവർ പ്രൊഫഷണൽ ആകുന്നതാണ് നല്ലത്. ബിസിനസ് അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തിരുന്നല്ല, പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ആ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. ഒരു പ്രൊഫഷണൽ, ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വക്കീൽ അല്ലെങ്കിൽ ഏതൊരാണെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് പോകുന്നതാണ് നല്ലത്. അതുപോലെ 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവരും 7, 16, 25
ഈ തീയതികളിൽ ജനിച്ചവരും സിനിമ, സീരിയൽ, നാടകം, അഭിനയം നല്ലതാണ്. 6, 15, 24, 7, 16, 25 നല്ലതാണ്. സിനിമ, നാടകം, അഭിനയം, തിരക്കഥ, സംവിധാനം, എഴുത്ത്, യാത്രകൾ ഇതൊക്കെ നല്ലതാണ് അവർക്ക്. അപ്പോൾ അത് അവർക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അവർക്ക് ആ മേഖലകളിൽ പോയാൽ അതിലൊരു പൊട്ടൻഷ്യൽ, അതിൻ്റെ ഒരു ഫലം, അവരുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവ് മനസ്സിലാക്കണം. 2, ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. എത്രയോ നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ട് തീരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നത്. ഇന്ന് ചില ആളുകളുണ്ട് പെട്ടെന്ന് ജീവിതത്തിൽ ഉയർന്നു വന്ന് പ്രശസ്തരാകുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്ക് മറ്റുള്ളവരെക്കാൾ അത്ര കഴിവുണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷെ അവർ ചില സമയങ്ങളിൽ ചില കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യം കൂടെ അനുകൂലമാകുമ്പോഴാണ് ജീവിതം മാറുന്നത്. അതിന് പെട്ടെന്ന് ഭാഗ്യം ഉണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും അതുപോലെ ശിവന് ചില കാര്യങ്ങളും ഭദ്രകാളിക്ക് ചില കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരാൻ. കാരണം ശിവൻ ഭദ്രകാളി പെട്ടെന്ന് അനുഗ്രഹിക്കും. ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിച്ചതാണ്. പിന്നെ ജീവിതത്തിൽ പുറകോട്ട് പോകത്തില്ല. അപ്പോൾ ഈ നമുക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുകയും വേണം. നമ്മളൊരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോവുകയും ചെയ്യരുത്. അപ്പം ശിവൻ, ഭദ്രകാളി, കൃഷ്ണൻ ഇങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത്. നല്ലതാണ്. അപ്പം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരാൾ വന്നു. അപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. പുള്ളി എങ്ങോട്ട് പോയ വഴിക്ക് കയറിയതാണ്. പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളിയെ ഞാൻ നേരത്തെ വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം പുള്ളി അന്ന് ജോലി ഓൺ ദ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ജോലി പോകാൻ സാധ്യതയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഒരു ജോലി പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേറൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പുള്ളിയുടെ ചില 4 ഡീറ്റെയിൽസും തന്നിട്ട് അതും പ്രകാരം പറഞ്ഞതാണ്. അപ്പം പുള്ളി ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ജോലി പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ പോലെ തന്നെ ജോലി പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സാധ്യത ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. പിടിച്ചു നിൽക്കുമായിരുന്നത് നല്ലതായിരുന്നു. കാരണം പുതിയൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പുള്ളി പറഞ്ഞു ശരിയാ, ഇതുവരെ ജോലി ശരിയായിട്ടില്ല. ഞാൻ പറഞ്ഞൊരു ശ്രമിക്കുക, ഒരു 5-6 മാസം ചിലപ്പം ബുദ്ധിമുട്ട് വരും. അത് കഴിയുമ്പം നല്ലൊരു ഉയർച്ച വരും, നല്ലൊരു പുതിയ വരുമാന മാർഗ്ഗങ്ങൾ വരും. പക്ഷെ നിങ്ങൾ ഇപ്പം തൊട്ടൊരു മാറ്റം ഉണ്ടാകാൻ ഭദ്രകാളിക്ക് ചില കാര്യങ്ങൾ ചെയ്തു പോകാമെന്ന് പറഞ്ഞു. പുള്ളി അത് കേട്ടുപോയി. പുള്ളി കുറച്ച് രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. പിന്നെ ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പം പുള്ളി അത് കേട്ടിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ, ശരിയായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഒരു ആൾ പറഞ്ഞു, അവർക്ക് ഞാൻ ശനിയുടെ ഗോചരഫലം പറഞ്ഞായിരുന്നു, അത് പ്രകാരം ഒരു നാളായിരുന്നു. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ജോലി കിട്ടാൻ തടസ്സമുണ്ടെന്ന് സാറ് പറഞ്ഞ് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരാൾക്ക് ജോലി നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ശിവന് പറഞ്ഞ് വഴിപാട് ചെയ്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഇതൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, എങ്കിലും സാമാന്യ ഫലങ്ങളാണ്. എങ്കിലും ഏറെക്കുറെയൊക്കെ ചിലർക്കെങ്കിലും അനുഭവത്തിൽ വരാം. അപ്പോൾ അതിന് ചില വഴിപാടുകൾ ചെയ്താൽ ഫലം ഉണ്ടാകാം. ചില സമയങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടാൽ പുതിയൊരു ജോലി കിട്ടാൻ തടസ്സമുണ്ടാകും. അപ്പോൾ ഈ ലോണേ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല മാനസികമായിട്ട് വലിയ ടെൻഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജോലി ഇപ്പം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് തീരെ പറ്റത്തില്ലെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും. അല്ലാതെ തന്നെ പിടിച്ചു നിൽക്കുക, പരമാവധി ചെയ്യുക. പിന്നെ ചില വഴിപാടുകൾ ചെയ്താൽ ഭദ്രകാളിയമ്മ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും, അല്ലെങ്കിൽ ബെറ്ററായിട്ടൊരു ഓപ്പർച്യൂണിറ്റി തരും. അപ്പോൾ അതിനൊരു ദൈവാനുഗ്രഹം വേണം. ഇപ്പം മകം, പൂരം ഈ നാളുകാരൊക്കെ ജോലി സംബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ചോതി, അതുപോലെ തൃക്കേട്ട, അനിഴം, അതുപോലെ ഉത്രട്ടാതി, രേവതി ഈ നാളുകാർ ഒക്കെ ജോലി സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. ജോലിയിലൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ മറ്റുള്ളവരുടെ ജോലി കൂടി ചെയ്യേണ്ടി വന്നേക്കാം. ചിത്തിര, ചോതി ഈ നാളുകാരൊക്കെ ചിലപ്പോൾ അധിക ജോലി ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പിടിച്ചു നിൽക്കണം നമ്മൾ സംയമനത്തോടു കൂടി. വഴിപാടുകളൊക്കെ ചെയ്താൽ മാറ്റം വരും. കാരണം ലോണും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഒരു ജോലിയിലൊരു മാറ്റമോ, അല്ലെ ജോലിയിൽ ഒരു ജോലി മാറുകയോ, അല്ലെ ജോലി നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ നല്ല കാര്യങ്ങൾ മാത്രമായി പറയുന്നത്. പിന്നെ എപ്പോഴും ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. തെറ്റായ വഴികളിൽ പോകരുത്, തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത്.
അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാനില്ല. എന്നും ഉയർച്ച നൽകുന്നതും ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതും നല്ല ഈശ്വരീയമായ കാര്യങ്ങൾ മാത്രമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് ആത്മീയതയുടെ മേഖല പറഞ്ഞാണ്. കാരണം എല്ലാവരെയും ആത്മീയത പറഞ്ഞാണ് കൂടുതലും, അത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത്. ശിവൻ്റെ കാര്യവും കൃഷ്ണൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആത്മീയ ചൂഷണമാണ് ഇന്ന് നടക്കുന്ന ഒരു മേഖല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ അത് നിങ്ങൾ കണ്ടെത്തണം. അത് ഈ ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുക. എൻ്റെ എന്നല്ല, ഞാനെന്നല്ല, ഏതൊരു വ്യക്തിയാണേലും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ അത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തിക്കണം. അല്ലെ ഇപ്പോൾ നിങ്ങളോട് ഒരാൾ പറയുന്നു താണ്ട് ഇന്നടത്ത് പോകും, അവിടെ നല്ല ഇതാണ്, നിങ്ങളത് അപ്പടിയെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ അംഗീകരിക്കുക. ഒരു ബിസിനസ്സായിട്ടോ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതായിട്ടോ തോന്നുന്നെങ്കിൽ അപ്പോഴേ ക്വിറ്റ് ചെയ്യുക. അതിൻ്റെ പുറകെ പോയി ജീവിതം നശിപ്പിക്കരുത്. കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട്, പ്രായമുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളെ മാത്രം എപ്പോഴും ഫോളോ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാലം വളരെ മോശമാണ്, അതുകൊണ്ട് പറയുന്നതാണ്. നല്ല കാര്യങ്ങളെ മാത്രം, നല്ലതിൽ നിന്ന് മാത്രം എപ്പോഴും നല്ലതേ ഉണ്ടാകത്തുള്ളൂ. തെറ്റായ ഒരു കാര്യത്തിൽ നിന്ന് ഒരിക്കലും നല്ല കാര്യം പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഈശ്വര്യമായ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക, നല്ല അറിവുകളുടെ പുറകെ പോവുക. നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യങ്ങളുടെ പുറകെ പോകരുത്. പോയിട്ട് പിന്നെ വാവിട്ട് കരഞ്ഞിട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളെ ഒരാൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ട് മാത്രമാണ്. അല്ലാതെ ഒരാൾക്കും പറ്റിക്കാൻ പറ്റത്തില്ല. എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കാലേ വീണ് നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടാ, അല്ല വേറെ ആരെയും കുറ്റം പറയണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളാണ്, വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റേത് ശരിയേത്, നല്ലതേത് ചീത്തയേത് സ്വയം അറിയാനുള്ള പക്വതയും വിവരം എല്ലാവർക്കും ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ മതി. മറ്റുള്ളവർ പറയുന്നതിനകത്ത് അവരെ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങളുടെ ബുദ്ധിയെ ആർക്കും അടിയറവ് വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ലോകം ഉണ്ടായപ്പം തൊട്ട് നല്ല കാര്യങ്ങളുമുണ്ട്, മോശം കാര്യങ്ങളുമുണ്ട്. ലോകം ഉണ്ടായപ്പം തൊട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളെ സെലക്ട് ചെയ്തവരെല്ലാം ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. മോശം കാര്യങ്ങളെ സെലക്ട് ചെയ്തവരെല്ലാം അനുഭവിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ വിധി അല്ലെ ഭാവി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശുഭോഹം.